വേറൊരു കോമൺ ആയിട്ട് ആളുകൾ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഡോക്ടറെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് കഴിക്കാമോ? ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കഴിക്കട്ടെ, ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കഴിക്കട്ടെ. ഇതിന് സിമ്പിളായിട്ടൊരു ഉത്തരം എന്ന് പറയുന്നത്, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുമെന്നും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന മരുന്നുകളിൽ 99% വാദവും പൊള്ളയാണ്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും വാട്സാപ്പിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഒക്കെ പരസ്യം കണ്ടിട്ട് പോയി മേടിക്കുന്നത് മണ്ടത്തരമാണ്. പലപ്പോഴും അത് വിപരീത ഫലം ചെയ്യുകയും ചെയ്യും. കാരണം എല്ലാ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ഒരു ഒറ്റമൂലി മരുന്ന് അങ്ങനെ ഇല്ല. അതാണ് ഒന്നാമത്തെ സത്യമായിട്ടുള്ള കാര്യം. പിന്നെ വൈറ്റമിൻ ഡി കുറച്ച് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണെന്ന് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ ഡി ആളുകൾ എന്ത് ചെയ്യും? ചുമ്മാ മേടിച്ച് കഴിക്കും. ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി വൈറ്റമിൻ ഡി നല്ലതെന്ന് ആളുകൾക്ക് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ ഡി ചുമ്മാ മേടിച്ച് കഴിക്കും. ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റമിൻ ഡി അമിത അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ആകും. 4 വൈറ്റമിൻ അങ്ങനെ ADEK എന്ന് പറയും. ഈ വൈറ്റമിൻസാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സോല്യൂബിൾ എന്ന്, അതായത് ഫാറ്റിൽ അലിയുന്നതാണ്, അത് വെള്ളത്തിൽ അലിയത്തില്ല. അതുകൊണ്ട് കിഡ്നിയിലൂടെ പുറത്ത് പോകത്തില്ല. ബി കോംപ്ലക്സ് നമ്മൾ കഴിച്ചാൽ അറിയാം, ബി കോംപ്ലക്സ് കൂടുതലായിട്ട് നമ്മൾ കഴിച്ചാൽ മൂത്രത്തിലൂടെ അത് പുറത്ത് പോകും. പക്ഷേ വൈറ്റമിൻ ഡി അങ്ങനെയല്ല. വൈറ്റമിൻ ഡി ബോഡിയിൽ ഡെപ്പോസിറ്റ് ആകും. അതിനെയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. ആ വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ നിശ്ചിത അളവിൽ മാത്രമേ കഴിക്കാവൂ. ഫോർ എക്സാമ്പിൾ മാസത്തിൽ ഒന്നൊക്കെ ഒരു വൈറ്റമിൻ ഡി കഴിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷേ ആഴ്ചയിൽ ഒന്ന് വെച്ച് 5 ആയിട്ടും മാസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വൈറ്റമിൻ ഡി ടോക്സിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ ഡി ചുമ്മാ മേടിച്ച് നമ്മൾ വിഴുങ്ങരുത്. ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. അല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകാതെ പോകും. പിന്നെ വൈറ്റമിൻ ഡി തന്നെ ചില പ്രത്യേക ടൈപ്പിലുള്ള വൈറ്റമിൻ ഡികളൊക്കെയാണ് കഴിക്കേണ്ടത്. ആ ചില വൈറ്റമിൻ ഡി കഴിച്ച് കഴിഞ്ഞാൽ ടോക്സിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മേടിച്ച ശേഷം കഴിക്കുക. പലപ്പോഴും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഓവർ ദ കൗണ്ടർ, അതായത് പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ കിട്ടുന്ന കുറേ മരുന്നുകളുണ്ട്. ആ മരുന്നുകളൊന്നും എവിഡൻസ് ബേസ്ഡ് അല്ല. നല്ല രീതിയിൽ വലിയ സ്റ്റഡികളൊക്കെ നടത്തിയിട്ട് പ്രൂവൺ അല്ല. അതുകൊണ്ട് അത് മാത്രമല്ല നല്ല വിലയാണ് മരുന്നുകൾക്ക്, പലതിനും നല്ല വിലയുമാണ്. അങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ചിട്ട് വലിയ എഫക്റ്റൊന്നും പലപ്പോഴും പലർക്കും കാണാറുമില്ല. അത് നല്ല പഠനത്തിന് വിധേയമാക്കാത്തതുകൊണ്ട് എത്രമാത്രം അതിൻ്റെ സേഫ്റ്റി ഉണ്ടെന്ന് നമുക്ക് ആർക്കും പറയാനും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ കഴിക്കുന്നതിന് മുമ്പ്, മാത്രമല്ല ഈ മരുന്നുകൾക്ക് എന്താണ് നമ്മുടെ വാദത്തിലുള്ള എഫക്റ്റ് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ നമ്മുടെ കഴിക്കുന്ന വാതരോഗത്തിന് മരുന്നുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. കഴിയുന്നതും ഇങ്ങനെ ഒഴിവാക്കുക. ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുക. ഡോക്ടർ പറയുകയാണ് ഇത് കുഴപ്പമില്ല, ഈ ഇൻട്രാക്ഷൻ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ അതും വളരെ നല്ലൊരു ഡിസ്കഷന് ശേഷം എന്തിനാണ് നമ്മളൊരു മരുന്ന് കഴിക്കുന്നത്, എത്രമാത്രം അത് വെൽ സ്റ്റഡീഡാണ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച ശേഷം മാത്രം കഴിക്കുക. നമ്മൾ തന്നെ അടുത്തിടെയായിട്ട് കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളുണ്ട്. അതിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എഫക്റ്റീവ് ആണെന്ന് കുറച്ച് ഡേറ്റ ഉണ്ട്. അത് നമ്മൾ വലിയൊരു 10-200 രോഗികളുടെ ഒരു പഠനം നടത്തി. പഠനത്തിൻ്റെ അവസാനം നമുക്ക് മനസ്സിലായത് കുർക്കുമിന് ഒരു എഫക്റ്റും നമ്മുടെ വാതരോഗികളിൽ കണ്ടെത്താൻ സാധിച്ചില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കുറയ്ക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. മഞ്ഞളുടെ ഒരു എക്സ്ട്രാക്റ്റാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും മരുന്ന് വാട്സാപ്പിൽ ഫോർവേഡ് വരുന്നതുകൊണ്ടോ പേപ്പറിൽ പരസ്യം വന്നുകൊണ്ടോ ഡെഫിനറ്റ്ലി നിങ്ങൾ മേടിച്ച് കഴിക്കരുത്. അത് ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുക. ഡോക്ടറോട് ഡിസ്കസ് ചെയ്ത ശേഷം മാത്രം കഴിക്കുക. അതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്.